നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. നേത് ഹിമാറിനെ എനിക്ക് കണി കണ്ടത്. ആളെ കിട്ടിപ്പോയി മതി. കഴിഞ്ഞ ദിവസം ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു, നിന്റെ ഹസ്ബൻഡിനെ കോൺടാക്ട് ചെയ്യാൻ നിന്നെ എത്ര രൂപയ്ക്ക് കിട്ടും അവനോട് ചോദിക്കാനാണ് എന്നുള്ള ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു. ഈ പറയുന്ന ആൾക്കാർ ഒരു 100 രൂപ ഇവരോട് കടം ചോദിച്ചാല് ഒന്ന് രാത്രി വരാമോന്നല്ലേ പറയുള്ളൂ. സൊസൈറ്റി ഒരു മയർന്നാണ്. വെറും അതിലൊരു ഷോർട്സ് അല്ലെങ്കിൽ കുറച്ച് ക്ലീവേജ് കാണിക്കുക, അതൊക്കെ ഇവിടെ പറയുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. പക്ഷെ ഇത് കാണുന്നവർക്ക് അത് വലിയ തെറ്റായിട്ട് കാണുന്നത് എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അത് അവരുടെ ചിന്താഗതിയാണ്. അതെന്നാ പരിപാടിയുടെ പോയി വെടിമരുന്ന് നിറച്ചവർക്കും തീ കൊളുത്തിയവർക്കും ഒന്നും ഇല്ലയോ? ഒച്ചയായിട്ടവർക്കാണോ കേസ്? അങ്ങനെ പുറത്ത് ക്യാമറമാന്റെ കൂടെയോ അങ്ങനെ വീഡിയോസ് ഫോട്ടോസ് എടുക്കാൻ ഞാൻ പോകുന്ന ഒരാളല്ല. എന്നെ സംശയിക്കരുത്. പോയാൽ ചിലപ്പോൾ എന്നെ കൊണ്ട് പറ്റില്ലായിരിക്കും. ഇത് എന്റെ വീഡിയോസ് ഫോട്ടോസ് എടുക്കുന്നത് ഹസ്ബൻഡാ. ഇതിനുള്ള തെറി ഞാൻ ഇന്ന് തന്നെ പുള്ളിക്ക് കേൾപ്പിച്ചു കൊടുക്കട്ടെ. ഒക്കെ ഒരു അലവലാദികളാണ്, നീ അത് കാര്യാക്കണ്ട. ന്യൂജൻ പിള്ളേർക്കൊന്നും അതൊന്നും അറിയത്തില്ല. പണ്ടത്തെ ചേട്ടന്മാരൊക്കെ കുളിസി കാണാൻ വേണ്ടി എത്ര പേര് ചേച്ചിമാര് കുളിച്ചോണ്ടിരിക്കും, എത്ര പേര് കവുങ്ങിന്റെ മുകളിലും തെങ്ങിന്റെ മുകളിലൊക്കെ കയറി നോക്കിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. നല്ല നെടുവരിയൻ കൂമ്പും കൊള്ള നന്നായിട്ട് ചെത്തിയാ നല്ല കള്ള കിട്ടും. അതൊന്നും എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. രണ്ടും കൽപ്പിച്ച് അവളെ ഇറങ്ങിയിരിക്കുക. തറവാട്ടി പറഞ്ഞതിന്റെ യാതൊരു ലക്ഷവും കാണുന്നില്ല. അതിനവളെ തറവാട്ടുകാരി ആയിട്ട് വേണ്ട. അപ്പൊ താനല്ലേ പറഞ്ഞത് അവള് തറവാട്ടി പറഞ്ഞാണെന്ന്? അവര് നമ്മളെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? പിന്നെ കുറച്ച് ആൾക്കാർ അങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് യൂസ് ചെയ്യിക്കാന്ന് തോന്നിട്ടൊക്കെ ഉണ്ട്. ഇതൊന്നും വെളി പറയരുത് കേട്ടോ, നാണക്കേടാണ്. ശരിക്കുള്ള നിമിഷം എന്താ? ശരിക്കുള്ള നിമിഷം ഞാൻ പറയട്ടെ. പറയടേ. ഞാൻ സാധാരണ ഒരു ഫാമിലി ഒരു കുടുംബിനി ആയിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോഴല്ലേ? അല്ല, ഞാനൊരു ഷോർട്സ് അല്ലെങ്കിൽ കുറച്ച് ക്ലീവേജ് കാണിക്കുക. എന്താ പെണ്ണ് പറഞ്ഞിട്ട് പോയത് കേട്ടിട്ട് കൊതിയായിട്ട് പാടില്ല. യൂട്യൂബിൽ ഇടുന്ന വീഡിയോസിനൊക്കെ തംബ്നെയില് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ച് ക്ലീവേജ് കാണുന്നതും അല്ലെങ്കിൽ കുറച്ച് വയറ് കാണുന്നതും കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഫോട്ടോസ് ആണ് യൂസ് ചെയ്യുക. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? അങ്ങനെ കിട്ടാലേ റീച്ച് ഉള്ളൂ എന്ന് നിമിഷയ്ക്ക് എപ്പോഴും തോന്നി. തീർച്ചയായിട്ടും ബെസ്റ്റ്. ഈ നാട് നന്നാവില്ല, ഒരു കാലത്ത് നന്നാവില്ല. എന്ത് കാണണോ അത് അവര് കണ്ടോട്ടെ. ഞാൻ എന്റെ വീഡിയോ ആയിട്ട് മുന്നോട്ട് തന്നെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്.